പ്രായാധിക്യം മൂലം കുഞ്ഞമ്പ് സഖാവ് ധീര രക്തസാക്ഷിയായ സ്ഥിതിക്ക് 5ാം വാർഡിൽ സുരേഷ് തന്നെ മത്സരിക്കട്ടെ. മത്സരിച്ചു നീ. ആ പ്രചരണം തുടങ്ങിയ സ്ഥിതിക്ക് സുരേഷ് തന്നെ മത്സരിക്കുന്നതാണ് നല്ലത്. അതെ, ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ പാർട്ടി നാണങ്ങൾ. നേതൃത്വത്തിന്റെ തീരുമാനം വിഷയമല്ല, നമുക്ക് അതിനും വഴിയുണ്ട്. ഞാനിവിടുത്തെ സവിശേഷ സാഹചര്യം നേതൃത്വത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അല്ല സഖാവ് സുരേഷ് എന്തൊന്നും മിണ്ടാത്തെ? ചെന്താമരാക്ഷൻ സഖാവേ, സഖാവിനെ തന്നെ. നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ പറയുമ്പോൾ നിൽക്കാനും മാറാനും ഞാൻ എന്താ നിങ്ങളുടെ കളിപ്പാവയോ? ഇനി അങ്ങോട്ടുള്ള ഒരു മത്സരത്തിനും ഞാനില്ല. എന്റെ നാണക്കേട് അത് ന്യായീകരിച്ചാൽ മാറില്ല. നമ്മളൊരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണേ. ഇനിയുള്ള കാലം ആ ഒരു അഡ്രസ്സിൽ ജീവിച്ചോളാം. അപ്പൊ ശരി, ലാൽ സലാം. ബാബുരാജേ, നമ്മുടെ ഈ പാർട്ടിയുടെ തഞ്ചവും താളവും അറിയാൻ പാടില്ലാത്തവരെയൊക്കെ പിടിച്ചോണ്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇത് രമ്യമായി പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ബാബുരാജനുള്ളതാണ്. അതെ, നിർത്ത് അവിടെ നിർത്ത്. സ്വന്തം പേരെഴുതിയ കടലാസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വന്നിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് നോക്കിയെടുക്കുന്ന പണ്ടത്തെ പരിപാടിയേ അത് വേണ്ട. നോക്കട്ടെ, മെമ്പർ സ്ഥാനവും അച്ചാർ കമ്പനിയും പശുക്കറവയും ഒക്കെ ഉള്ള സുനന്ദ മെമ്പർക്ക് ഈ അയൽക്കൂട്ടത്തിന്റെ ചിട്ടി കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ? ഇലക്ഷനുള്ള കാശ് പാർട്ടി തരില്ലേ? എൻ്റെ തങ്കമ്മ ചേച്ചി, ചെലവിനൊത്ത വരവില്ല. അച്ഛൻ്റെ കേസും മരുന്നും വീട്ടുകാരും അനിയൻ്റെ കടവും കഴിഞ്ഞ 2 തവണയും ചിട്ടി വിളിച്ചപ്പോൾ ഞാൻ വന്നു പോലുമില്ലല്ലോ. ഇത്തവണ ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി. ചിട്ടി കിട്ടിയാലേ നമ്മുടെ യശോദ ചേച്ചിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണല്ലോ പ്രചാരണത്തിനിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ വന്നേ. അല്ലല്ല, അത് വേണ്ട. ഇത്തവണ വേറെ ആരെങ്കിലും എടുക്കട്ടെ. സുനന്ദ മെമ്പർക്ക് ഇനി ഇത്തവണത്തെ ചിട്ടി എഴുതിയില്ലേ? എന്നാ ഞാൻ എടുത്തോ. ശരി എന്നാ നിങ്ങൾ സറവറ ശരി. നീ കൈവായ്പ മേടിച്ച പൈസ എന്ത് ചെയ്യും? ചേച്ചി ബ്ലൗസ് മേടിക്കേണ്ടതാ. ശരിയാ, ഒരു പെശകുണ്ട്. നീ ഒന്ന് നോക്കണ്ടേ? ഞാൻ ആരുടെയൊക്കെ പറയാൻ നടന്ന ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല. എന്റെ കുഞ്ഞ് ചേച്ചി, ഞാൻ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇവളാണ് കൊച്ചിനെ കൊന്നത്. ചികിത്സാ ചെലവിനുള്ള അപേക്ഷ പൂർത്തി കളഞ്ഞത് ഇവളാണ്. ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ട് ഇവിടെ തന്നില്ല. എന്നിട്ടിപ്പോ വന്ന് നിൽക്കണം എപ്പ് കണ്ടില്ലേ? കണ്ണി ചോരയില്ലാത്തവള്. അതെ, നിങ്ങൾ നാട്ടിൽ ചോദിക്കേ. എന്നോട് ചതി വേണമായിരുന്നോ? എനിക്ക് ഞാനെ കാണണ്ട. സ്വിച്ചിട്ടോലല്ലേ മഴ. അച്ഛനറിഞ്ഞു കുറച്ചു മുമ്പ്. ഒന്നും നമ്മുടെയിലല്ലല്ലോ മോളെ, വിധിച്ചതേ വരൂ. ആ കൊച്ചിന് അത്രേ ആയുസേ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളൂ. മനഃപൂർവ്വം ഞാൻ അറിയാലോ. കാശില്ലാഞ്ഞിട്ടായിരുന്നു സത്യം. ഇന്നേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും
പുഷ്കരം വിചാരിച്ചാൽ നിന്റെ സത്യം ഇല്ലാതാവില്ലല്ലോ മോളെ.